ഇപ്പോൾ നമുക്കൊപ്പം വേണു രാജാമണി, നയതന്ത്ര വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വേണു രാജാമണി, വെടിനിർത്തൽ കരാർ റദ്ദാക്കിയേക്കും ഇന്ത്യ എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ വന്നിരുന്നു. സ്ഥിരീകരിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രകോപനമുണ്ടാകുന്നിടത്തൊക്കെ ഇന്ത്യൻ സൈന്യം ശക്തമായ മറുപടി നൽകുന്നു എന്ന വിവരമാണ് വരുന്നത്. ഏതാണ്ട് 2000-ഓളം പേരെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരുമായി ബന്ധപ്പെട്ട്. ഈ ബന്ദിപ്പോറിൽ ഒരു കമാൻഡറെ വധിച്ചു. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള 2 പേരുടെ വീടുകൾ തകർത്തു. അപ്പോൾ കൃത്യമായ മറുപടി, ഭീകരരുടെ അടിവേരറുക്കുന്ന, അവരിലേക്ക് എത്തുന്ന, അതിന് പിന്നാലെ പ്രവർത്തിച്ച എല്ലാവരെയും കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ രാജ്യത്ത് നടക്കുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇതിനോടകം നയതന്ത്ര തലത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുമപ്പുറത്ത് ഒരു സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു സൈനിക നടപടി പാകിസ്ഥാന് നേരെയും പാകിസ്ഥാനകത്തുമായി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നയതന്ത്ര രംഗത്ത് നമ്മൾ എടുത്തിട്ടുള്ള നടപടികൾ, ഇൻഡസ് നദി കരാറ് അബയൻസിൽ വെക്കുന്നത് ഉൾപ്പെടെ, അതൊരു ആദ്യത്തെ ഘട്ടം മാത്രമാണ്. ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. അവിടെ ഗവൺമെന്റിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ശക്തമായ ഒരു മറുപടി നൽകണം എന്ന കാര്യത്തിന്. അപ്പോൾ അതിനെ കുറിച്ച് തിരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്തായിരിക്കും അത് എന്നുള്ളത് ആ നടപടി ഉണ്ടായ ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ബാലാക്കോട്ട് നടത്തിയതുപോലെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അത് ഇത്തവണ ഈ ഭീകര സംഭവം അത്ര ക്രൂരമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു പടി ഉയരത്തിലായിരിക്കണം ഇനി നടക്കാൻ പോകുന്നത്. അതേസമയം നമ്മൾ ഓർക്കേണ്ടത്, പാകിസ്ഥാൻ അണ്വായുധങ്ങളുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല ഇന്ത്യയെക്കാൾ എത്രയോ ചെറുതും ദുർബലവുമായ ഒരു രാജ്യമാണെങ്കിലും അവർക്ക് ഒരു സൈന്യമുണ്ട്, പട്ടാളമുണ്ട്. നമ്മൾ ഒരു തുറന്ന യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന നടപടി ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. അതൊരു അണ്വായുധ യുദ്ധത്തിലേക്ക് നയിക്കരുത്, അതൊരു ഓപ്പൺ കൺവെൻഷണൽ വാറായി മാറരുത് എന്ന് ഈ 2 കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ ആണ് സാധ്യത. ഇന്ത്യക്കുള്ളിൽ എന്തായിരുന്നാലും തീർച്ചയായും വീണ്ടും നമ്മുടെ അന്വേഷണ ഏജൻസികളും സെക്യൂരിറ്റി ഏജൻസികളും എല്ലാം ഈ ഭീകരരെ തുണയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കും, വേണ്ട നടപടികൾ എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഈ ടെററിസ്റ്റിന്റെ തന്നെ ഉദ്ദേശം ഇതൊരു കമ്മ്യൂണൽ ധ്രുവീകരണമായി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. അപ്പൊ അതിന് മറുപടിയായി എടുക്കുന്ന നമ്മുടെ സുരക്ഷാ നടപടികളും ഒരു കാരണവശാലും ഒരു കമ്മ്യൂണൽ ധ്രുവീകരണത്തിന് വേണ്ടി വഴി ഒരുക്കരുത്. അത് വളരെ ഒബ്ജക്റ്റീവായിട്ടും എവിടെയാണോ പ്രശ്നം, ആരാണോ പ്രശ്നം എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട നടപടികളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ തന്നെ ഉന്നയിച്ചിരുന്നു, ഈ ഖാജ ആസിഫിന്റേതായി വന്നിട്ടുള്ള പരാമർശങ്ങൾ, ഇഷാഖ് ദാറിന്റെ പരാമർശങ്ങളൊക്കെയും ഒരർത്ഥത്തിൽ ഭീകരപ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് വെളിവാക്കുന്നതാണ്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകരരെ ഊട്ടി വളർത്തുന്നതെന്ന് തെളിയിക്കുന്നതാണ്. അതിനുമപ്പുറം ഇപ്പോഴും അവരുടെ നിലപാട് എന്ത് എന്നത് വ്യക്തമാക്കുന്നതുമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ പൂർണ്ണമായും ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ എൻവോയ്സിനെ ഒക്കെ വിളിച്ചു വരുത്തി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിലപാട് എന്നത് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പരസ്യ പിന്തുണ ഉറപ്പു തന്നിട്ടുണ്ട്. അവിടെ പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ലോക സമൂഹം ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയാണ്. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളുടെ വലിയൊരു ശിലാകേന്ദ്രമാണെന്നുള്ളത് ലോകത്തെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെല്ലാവരുടെയും പിന്തുണ, മോറൽ സപ്പോർട്ട് ഇന്ത്യക്ക് എന്നും ഉണ്ടാവും. എന്നാൽ പ്രാക്ടിക്കലായിട്ട്
ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരാരും ഡയറക്റ്റായിട്ട് ഇടപെടാനുള്ള സാധ്യതയില്ല. ഇതിനു മുമ്പ് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, പ്രത്യേകിച്ചും കാർഗിലിന്റെ സമയത്ത് അമേരിക്കയാണ്. എന്നാൽ ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടാൻ ഇനിയില്ല, ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ, ഒരു ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് തന്നെ എങ്ങനെ കഴിയുന്നതും പെട്ടെന്ന് പിന്മാറാൻ സാധിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ലോക സമൂഹത്തിൽ നിന്നും വലിയൊരു പിന്തുണ, മോറൽ സപ്പോർട്ടിന് ഉപരി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആരും കൂടെ വരില്ല. പാകിസ്ഥാൻ എന്നത് ഇന്ത്യയുടെ ഒരു തലവേദനയാണ്. അത് ഇന്ത്യ തന്നെ പരിഹരിക്കേണ്ടി വരും. അതിന് വേണ്ട പരിഹാരം മാർഗങ്ങൾ ഇന്ത്യക്ക് തന്നെ കണ്ടെത്തേണ്ടി വരും. ബാക്കിയെല്ലാം ഇങ്ങനെ പ്രസ്താവനകളും മറ്റ് എന്തെങ്കിലും UN-ലുള്ള സ്പീച്ചസും എല്ലാം വന്നെന്നിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ഉണ്ടാകാൻ വഴിയില്ല. തീർച്ചയായും ഇപ്പോൾ നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു നടപടി നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ വസതിയിൽ എങ്ങനെ ഈ കരാർ റദ്ദാക്കിയ നടപടികൾ പ്രാവർത്തികമാക്കാം എന്നത് സംബന്ധിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ആ ഒരു നടപടിയിലൂടെ ഉണ്ടാക്കുക സാധ്യമല്ല. അതിന് ധാരാളം തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ആ നദീജല കരാർ റദ്ദാക്കിയ നടപടിയെ പാകിസ്ഥാൻ കാണുന്നത്. പാകിസ്ഥാൻ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ വേഗത്തിൽ പ്രാവർത്തികമാക്കാനും അതിലൂടെ കൃത്യമായ നടപടി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് പ്രാവർത്തികമാണോ, സാധ്യമാണോ അത് വേഗത്തിൽ നടപ്പിലാക്കുക എന്നത്? ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി നമ്മൾ റദ്ദാക്കിയിട്ടില്ല, അതിനെ അബേയൻസിലാണ് വെച്ചിരിക്കുന്നത്. ഫോറിൻ സെക്രട്ടറി അത് സംബന്ധമായി നടത്തിയ ആ ഒരു പ്രസ് കോൺഫറൻസ് ശ്രദ്ധിച്ചാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾ പാകിസ്ഥാൻ എടുക്കും എന്നാണ് ഇന്നും ഇന്ത്യയുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇത് അബേയൻസിൽ വെച്ചിരിക്കുന്നത് തന്നെ ഒരു കണ്ടീഷണലായിട്ടാണ്. പാകിസ്ഥാൻ ഭീകരപ്രവർത്തകർക്കെതിരെ നടപടി എടുക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഇത് അബേയൻസിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു ഭീഷണി മാത്രമാണ്. നമ്മൾ പാകിസ്ഥാൻ ഒരു സിഗ്നൽ നൽകുവാണ്. ഇനിയും ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ തുടർന്നാൽ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഭീകരപ്രവർത്തകർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് വേറൊരു മാർഗം ഉണ്ടാകില്ല. ഈ കരാർ റദ്ദ് ചെയ്യുകയും അതിനെ തുടർന്നുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക മാത്രമേ വഴി ഉണ്ടാകുള്ളൂ. അതിൽ നിന്നും പാകിസ്ഥാൻ ജനതയ്ക്ക്, പ്രത്യേകിച്ചും അവിടുത്തെ കർഷകർക്ക് തീരാ നഷ്ടം ഉണ്ടാകും എന്ന ഒരു സിഗ്നലാണ് ഇന്ത്യ പാകിസ്ഥാൻ അയച്ചിരിക്കുന്നത്. ആ സിഗ്നൽ അവിടെ ഏറ്റു, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അവരിതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ആരോപിച്ചിരിക്കുന്നത്. തീർച്ചയായും അവര് പറയുന്ന പോലെ ഒരു വാട്ടർ വാർഫെയർ നടത്താൻ സാധിക്കും ഇന്ത്യക്ക് വേണ്ടി. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളെ തിരിച്ചുവിടാൻ സാധിക്കും എന്ന ഒരു ഭീഷണി തന്നെയാണ് നമ്മൾ മുഴക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ വേണു രാജാമണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.